ഹായ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വരുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രൈഡ് റൈസും പിന്നെ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടൊരു ചില്ലി ചിക്കനാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിന് കുറച്ച് ഇൻഗ്രീഡിയൻസ് നമുക്ക് കുറച്ചുണ്ട്. അതെല്ലാം നമ്മളൊന്ന് കട്ട് ചെയ്ത് എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നൊരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്. ഇപ്പോൾ ഹെൽത്തൊക്കെ എല്ലാവരും നോക്കുന്നത് കാരണം ഇതിനകത്ത് അധികം ഓയിലോ അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് കുക്കിങ്ങിലോട്ട് കടക്കാം. ആദ്യം നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് മാരിനേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. എന്ന് വെച്ചാൽ അത് കുറച്ച് സമയം നമുക്കതെല്ലാം മിക്സ് ചെയ്ത് വെച്ചിട്ടൊരു ഹാഫ് ആൻ അവറെങ്കിലും അത് ചിക്കനകത്തേക്ക് ഈ മസാലകളെല്ലാം പിടിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയ്ക്കൊരു ടേസ്റ്റ് കിട്ടില്ല. ആ സമയം കൊണ്ട് നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മാറി ഇരിക്കുന്ന ചിക്കനാണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പം ചേർക്കാൻ പോകുന്നത് കുറച്ച് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ. അത് ക്രഷ് ചെയ്ത പോലാണ് ഞാൻ എടുത്തിരിക്കുന്നത്, അധികം പൊടിഞ്ഞിട്ടില്ല, ഞാൻ തന്നെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ കോൺഫ്ലോർ വേണം, ഇത് കോൺഫ്ലോർ, ഇത് സോയാ സോസ്, പിന്നെ സോൾട്ട്. അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. എന്ന് വെച്ചാൽ ഒരു അരമണിക്കൂർ. ഇപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കുറച്ച് നേരത്തെ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഇതെല്ലാം പിടിച്ച് ചിക്കൻ നല്ല ഇതിലിരിക്കും. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇപ്പം ഞാനിതിന് കുറച്ച് ആവശ്യത്തിന് കുരുമുളക്, കോൺഫ്ലോർ, സോയാ സോസ് ഇപ്പം ഞാൻ കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് നോക്കിയിട്ട് ഒഴിക്കണം. എന്ന് വെച്ചാൽ ഇത് സോയാ സോസിനകത്ത് ആൾറെഡി കുറച്ച് ഉപ്പുണ്ടാവും. അപ്പോൾ നമ്മൾ നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. എനിക്ക് കുറച്ച് സ്പൈസി ആയിട്ട് എടുക്കുന്നതാണ് ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതിന് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് ഇനി ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. സോയാ സോസിനകത്ത് ഉപ്പുള്ളത് കൊണ്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പേ ഇടാവൂ. അപ്പോൾ കുറച്ച് സോൾട്ടും കൂടെ ചേർത്ത്. ചിക്കൻ കഴുകിയിട്ട് എപ്പോഴും വെള്ളം നല്ലപോലെ പോകാനായിട്ട് നമ്മൾ മാറ്റി വെക്കണം. അല്ലെങ്കിൽ ഇത് മിക്സ് ചെയ്ത് നമ്മൾ എടുക്കുമ്പോഴാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശം ഒരുപാടുണ്ടാവും. പിന്നെ കുക്ക് ചെയ്യുമ്പോഴാണെങ്കിലും അങ്ങനെ. അപ്പം ഇപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ചിക്കൻ നമ്മളിപ്പോൾ ഒരു പാത്രത്തിലാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. അതൊരു ഹാഫ് ആൻ അവർ അവിടെ ഇരിക്കട്ടെ. ആ സമയത്ത് നമുക്ക് ഫ്രൈഡ് റൈസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് ബസ്മതി റൈസാണ് എടുത്തിരിക്കുന്നത്. ഇത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ വെള്ളത്തിലിട്ട് വെക്കണം കുതിരാനായിട്ട്. 10-15 മിനിറ്റ്. ഒരിക്കലും കുതിർന്നതിന് ശേഷം അരി കഴുകാൻ നിൽക്കരുത്, അത് പൊടിഞ്ഞു പോകും. അപ്പം നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം, ബസ്മതി റൈസ് കുക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും ആദ്യം തന്നെ കഴുകിയതിന് ശേഷം നന്നായിട്ട് കഴുകിയിട്ട് ഒരു 10 മിനിറ്റെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതിന് ശേഷം ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്നത് നമ്മൾ സാധാരണ ചോറൊക്കെ വേവിക്കുന്ന പോലെ തന്നെ കുറച്ച് വെള്ളത്തിനകത്ത് വേവിച്ച് ഇതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. അരി ഒരുപാട് വെന്ത് പോകരുത്. ഒരു ജസ്റ്റ് ഒന്ന് തിളവന്ന് കുറച്ച് സമയം. അപ്പോൾ ഓരോ റൈസിനനുസരിച്ചിട്ടായിരിക്കും. അത് പലതരം ബ്രാൻഡ് ഉണ്ടല്ലോ. അപ്പോൾ അത് നിങ്ങൾ വാങ്ങിക്കുന്ന അരിക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ ഒരു ഹാഫ് വേവ് മതിയാവും. വേവിച്ച് ഞാനിവിടെ ഇങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ഇവിടെ റെഡിയാണ്. ഇപ്പോൾ ഫ്രൈഡ് റൈസിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ക്യാരറ്റ് ഒരെണ്ണം ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ചിക്കൻ കുരുമുളകും ഉപ്പും ഇട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ബീൻസ് ഉണ്ടെങ്കിൽ ബീൻസ് ചേർക്കാം, ക്യാബേജ് ചേർക്കാം, ഇഷ്ടമുള്ള വെജിറ്റബിൾസ് നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ കുറച്ച് പച്ചമുളക് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, വെളുത്തുള്ളി കുറച്ച്, സവാള ചേർക്കണമെന്നില്ല, അത് വേണമെങ്കിൽ ആഡ് ചെയ്യാം. ക്യാബേജ് ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് അതും വെച്ചിട്ടുണ്ട് ഇവിടെ. ക്യാബേജ്, ക്യാപ്സിക്കം ഒക്കെ അതൊക്കെ ഓപ്ഷനിലാണ്. ഇതില്ലെന്ന് പറഞ്ഞിട്ടും ഒരു കുഴപ്പമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ആക്കിയെടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഒരു പാത്രം അടുപ്പിലേക്ക് വയ്ക്കാം. അതിന് ശേഷം ഓരോന്നായിട്ട്
ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. പിന്നെ എപ്പോഴും ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കരുത്, എപ്പോഴും ഒരു റിഫൈൻഡ് ഓയിലാണ് നല്ലത്. ഇപ്പം ഞാൻ കുറച്ച് ഓയിൽ ഇതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് ബാക്കി എന്ത് ഓയിലായാലും കുഴപ്പമില്ല, റിഫൈൻഡ് ഓയിലായിരിക്കണം, അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതൊഴിച്ച് എണ്ണ ഒന്ന് ചൂടാവട്ടെ. ഞാൻ കുറച്ച് വെളുത്തുള്ളി ആദ്യം ഇട്ട് കൊടുക്കും, കുറച്ച് പച്ചമുളക്, അത് എരിവിനനുസരിച്ചിട്ട് ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ക്യാരറ്റ്, പിന്നെ ക്യാബേജ്, ഇപ്പം നമ്മൾ ഈ വെജിറ്റബിൾസ് സോട്ട് ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിലിടുക. പിന്നെ നമ്മൾ ഇതിൻ്റെ കളറ് ചേഞ്ച് ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലൊരു ഭംഗി കാണാൻ ഫ്രൈഡ് റൈസിന് എപ്പോഴും. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. റൈസ് ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്, അതുകൊണ്ട് ഇതിനകത്ത് ആവശ്യത്തിന് ചേർത്താൽ മതി, അത് ശ്രദ്ധിച്ചോണം. ക്യാബേജും ക്യാരറ്റും ഒക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും. അതുകൊണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഈ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നമ്മൾ മുന്നേ തന്നെ വേവിച്ച് ചെറിയ പീസാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കും. ഏകദേശം എല്ലാം നന്നായിട്ടൊന്ന് പാകമായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ചൊരു സോയാ സോസ് ഒന്ന് ആഡ് ചെയ്തത്, കളറ് ചേഞ്ച് ആവും, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ആവശ്യത്തിന്. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. ഇപ്പം ഇതെല്ലാം നന്നായിട്ട് പാകമായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസ് നമ്മൾ വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഇങ്ങനെ കയ്യിലെടുത്താക്കാൻ പറ്റുന്നവർ അങ്ങനെ ആക്കിയാൽ മതി. അപ്പം ഞാനിത് എന്തായാലും നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല കഴിക്കാൻ പാകത്തിനായി. ഇതിൻ്റെ മേളിൽ നമുക്ക് കുറച്ച് എണ്ണ, നല്ലെണ്ണയാണ് നല്ലത്, അതാണ് റെസ്റ്റോറൻറ്റിലൊക്കെ ചേർക്കുന്നത്. അത് അല്ലെങ്കിൽ നമ്മൾ കുറച്ച് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പം നല്ലൊരു ഗ്ലേസിങ് ഒക്കെ കിട്ടും. അപ്പോൾ ഇതുകൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൈഡ് റൈസ് റെഡിയായി. എത്ര പെട്ടെന്ന് നമുക്ക് റെഡിയാക്കാൻ പറ്റും. അപ്പം ഞാൻ ഇതിൻ്റെ പുറത്തേക്ക് കുറച്ച് മല്ലിയിലിട്ട്, പിന്നെ സ്പ്രിംഗ് ഒനിയൻ. അപ്പം ഇത് മിക്സ് ചെയ്ത് എല്ലാം റെഡിയായി നമുക്ക് അടച്ചു വെക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. നമ്മളതെല്ലാം ചിക്കൻ നേരത്തെ തന്നെ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അത് ഫ്രൈ ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കൊരു കടായി, ഒരു ചീനച്ചട്ടി ഞാൻ അടുപ്പിലേക്ക് വയ്ക്കാം. അതിന് ശേഷം ബാക്കിയുള്ളത് പറയാം. അപ്പം ഇതൊരു സൈഡിൽ ഇരിക്കട്ടെ. ചില്ലി ചിക്കൻ റെഡിയാക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഒരിക്കലും വെളിച്ചെണ്ണയിൽ, ഒരു ചൈനീസ് വിഭവങ്ങളും നമ്മൾ വെളിച്ചെണ്ണയിലല്ല ഉണ്ടാക്കുന്നത്. ഏതെങ്കിലും നിങ്ങളുടെ അടുത്തുള്ള റിഫൈൻഡ് ഓയിൽ ഏതാണോ അത് ഉപയോഗിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പം ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് ഭയങ്കര ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്തെടുക്കേണ്ട കാര്യമില്ല. നമുക്കൊന്ന് രണ്ട് സൈഡ് ഒന്ന് വെന്ത് കിട്ടുമ്പോഴത്തേക്ക് ഇതൊരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. അപ്പോൾ ഇത് ഏകദേശം ആയി വന്നിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ചില്ലി ചിക്കന് വേണ്ടുന്ന ചിക്കൻ, നമ്മൾ ആ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്ന ചിക്കൻ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് എങ്ങനെയാണ് ചില്ലി ചിക്കൻ ആക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇനിയിപ്പോൾ നമ്മളൊരു പാത്രം അടുപ്പിലേക്ക് വെച്ചു ചില്ലി ചിക്കൻ റെഡിയാക്കാൻ വേണ്ടിയിട്ട്. ചില്ലി ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്തില്ല, അതിൽ നിന്ന് കുറച്ച് ഓയിൽ ഇതിലേക്ക് ഒഴിക്കാൻ പോവുക. ചൈനീസ് ഡിഷസ് എന്തുണ്ടാക്കുമ്പോഴും ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ഇപ്പോൾ എണ്ണ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഇതിനകത്തേക്ക് ഞാൻ കുറച്ച് ജിഞ്ചർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ട് കൊടുക്കാം. ഒന്ന് പച്ചമണം മാറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഗാർലിക് ഇവിടെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിട്ട് കൊടുക്കാം.
പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഇത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കും. ഇപ്പൊ സവാള ഉണ്ട് ഇങ്ങനെ ചതുരത്തിലാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്, അപ്പൊ അതും കൂടെ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഇതെല്ലാം ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നല്ലതായിട്ടൊന്ന് പച്ചമണം മാറിയിട്ട് നമ്മൾ സവാള ആഡ് ചെയ്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് സോയാ സോസ് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ഇത്രയും സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കും. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ, കുറച്ച് ക്രഷ്ഡ് ചില്ലി ഇങ്ങനെ ഇതിലേക്ക് ഒരു എരിവിന് വേണ്ടിയിട്ടും പിന്നെ ഒത്തിരി കളറൊക്കെ കിട്ടാനൊക്കെ ആയിട്ട്. അത് എരിവ് വേണ്ടാത്തവർ ചേർക്കണമെന്നില്ല, ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് കാശ്മീരി ചില്ലി. കാശ്മീരി ചില്ലി ഇടുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും, അപ്പം അതിന് വേണ്ടിയിട്ടാണ്. ഇപ്പം ഇതിലേക്ക് ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപ്സിക്കം അങ്ങനെ ഒത്തിരി വേവേണ്ട കാര്യമില്ല, നമുക്ക് ആ ഒരു ഗ്രീൻ കളറിൽ തന്നെ കിടക്കുന്നതാണ് എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി. അപ്പോൾ ഞാൻ ക്യാപ്സിക്കം ആഡ് ചെയ്തു. ഇപ്പം നമ്മൾ ഈ സ്പ്രിംഗ് ഓനിയൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ഗ്രീൻ നമ്മൾ ഗാർണിഷിന് വേണ്ടി വയ്ക്കും. ഇതിപ്പോൾ തന്നെ ഇതിൻ്റെ കൂട്ടത്തിലിട്ട് കൊടുക്കും. ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചേക്കുന്ന ചിക്കനും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ കളറോ വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കളർ ഇഷ്ടമുള്ളവർക്ക് കളർ ചേർത്ത് കൊടുക്കാം, ഞാൻ അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. അത് ഓരോരുത്തരുടെ ചോയ്സാണ്. പിന്നെ ഇനി നമുക്കിതിപ്പോൾ ചിലർക്ക് ഡ്രൈ ആയിട്ട് എടുക്കുന്ന ഇഷ്ടമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വെള്ളം ചേർക്കേണ്ട കാര്യമില്ല. ഞാൻ കുറച്ച് വെള്ളം ഇവിടെ ചൂടാക്കി വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിന് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറച്ച് വെള്ളം നമുക്കൊരു സെമി ഗ്രേവി ആയിട്ട് എടുക്കാനാണ് പോകുന്നത്, അപ്പോൾ അത് കുറച്ച് വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട്. ഗ്രേവി ഒന്ന് തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കോൺഫ്ലോർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ കോൺഫ്ലോർ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്, അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് വെച്ചാൽ 1 സ്പൂൺ കോൺഫ്ലോർ പിന്നെ ഒരു അരക്കപ്പോളം വെള്ളത്തിനകത്ത് ആഡ് ചെയ്തിട്ട് അതാണിത്. ഇപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ ഒരു 2-3 സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല തിക്കായിട്ട് കിട്ടും, നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇത് റെഡിയായി, ഞാൻ തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം, പിന്നെ സ്പ്രിംഗ് ഓനിയൻ. കാണാനൊക്കെ നല്ല കളർഫുൾ ആയിട്ടുള്ളൊരു ചില്ലി ചിക്കൻ റെഡിയാണ്. ഞാനിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല രുചികരമായ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും ഇവിടെ റെഡിയാണ്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. പിന്നെ ഇതിനകത്ത് നമ്മൾ അജിനമോട്ടോയോ കളറോ ഒന്നും ചേർക്കുന്നില്ല, ഓയിലും വളരെ കുറവാണ്, അപ്പോൾ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത നല്ലൊരു എപ്പിസോഡിൽ കാണുന്നത് വരേക്കും എല്ലാവരും നന്നായിരിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. ബൈ ബൈ.